Friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇക്കോ ഷോ 5 ആണിത്. ഇത് നമ്മുടെ ഡിസ്പ്ലേ വരുന്ന ഇക്കോ ഡോട്ട് അല്ല, ഇക്കോ ഡോട്ടിൻ്റെ നെക്സ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന ഒരു ഇക്കോ ഡിവൈസാണിത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് നമുക്ക് സെറ്റിംഗ് അപ്പ് ഒക്കെ ഒന്ന് നോക്കാം. പിന്നെ അതിൽ ഡിസ്പ്ലേ ഉണ്ട്, നമുക്ക് ഫോട്ടോ ഇടാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ ഇപ്പോൾ എൻ്റെ ഇവിടെ കാണാൻ നമുക്കൊരു ക്ലോക്ക് വെച്ചിട്ട് കാണാം. അതുപോലെ നമുക്ക് ക്ലോക്ക് വിത്ത് ഫോട്ടോ വയ്ക്കാൻ പറ്റും, ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു കുറച്ച് പ്രത്യേകതയൊക്കെയുള്ള സംഭവമാണ്. ഇതിലൊരു 6000 റേഞ്ചിൽ ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിൽ വരുന്നത് ഇനി കുറച്ച് കുറയുമെന്ന് പറയണേ. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ഓഫർ അവർ ഒരു 40% വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ആമസോൺ പറഞ്ഞത്. അവരുടെ എന്തോ ഒരു ആനിവേഴ്സറി എന്തോ സംഭവമായിട്ടൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിന് മുമ്പ്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നേരെ പോയിരിക്കും. ആണ് നമ്മുടെ ഇക്കോ ഷോ 5ൻ്റെ ബോക്സ്. കോമ്പാക്ട് ഇക്കോ വിത്ത് 5.5 സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലക്സ പ്ലേ ടോപ്പ്, അതിൻ്റെ കുറച്ച് കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് കളറാണ്, അങ്ങനെ ഒരു ബ്ലാക്ക് കളറും കുറച്ച് കളർ ഓപ്ഷനൊക്കെ ഇറക്കിയാൽ നല്ല കൊള്ളായിരുന്നു. എല്ലാവരും വൈറ്റ് മോഡലാണ് അധികം വരുന്നത്. അതുപോലെ ഫാർ ഫീൽഡ് വോയിസ് കൺട്രോൾ ഉള്ളതാണ്. പിന്നെ ഈ സൈഡിലായിട്ട് പ്രൈസ് 8,999 കൊടുത്തിട്ടുണ്ട്. പക്ഷേ 599 ആണ് ഇപ്പോൾ പ്രൈസ്. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഓഫർ വരും. അപ്പോൾ കുറച്ചും കൂടി ഒരു 5000 റേഞ്ചിൽ വരും കേട്ടോ. നിങ്ങൾ നോക്കിയപ്പോൾ വാങ്ങിക്കാൻ നല്ലതാണ്. പിന്നെ ബിൽഡിന് ക്യാമറ കവറുള്ളതാണ്. ഓഡിയോ ലൈൻ ഔട്ട്പുട്ട് ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അലക്സ ഇൻബിൽഡ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് അലക്സ ക്യാൻ ഷോ യു തിങ്സ് ആയിട്ട് കുറച്ച് മൂവീസ് കാണാൻ പറ്റും. അതുപോലെ മെയ്ഡ് ടു ഫിറ്റ് യുവർ ലൈഫ് ഉണ്ട്, എന്താ പറയുക, റിമൈൻഡ് യു ടു പേ യുവർ ബിൽ, അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോൾ യുവർ സ്മാർട്ട് ഹോം, അതുപോലെ വോയിസ് കോളിങ്ങും മെസ്സേജിങ്ങും ഒക്കെ പറ്റുന്ന എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ അവരുടെ കുറച്ച് സപ്പോർട്ടുള്ള ആപ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യാം. ആമസോൺ പ്രൈം മ്യൂസിക്, സാവൻ, ഹംഗാമ, ആജ് തക്ക്, ESPN, സൊമാറ്റോ, അതുപോലെ ടെഡ്, വിപ്രോ, ഊല, സ്കൈ LED കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിലിപ്സ് ഹ്യൂ കൊടുത്തിട്ടുണ്ട്, ഗാന ആൻഡ് TV അതൊക്കെ ഉണ്ട്. അപ്പോൾ ബോക്സ് ഫ്രഷ് ബോക്സാണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. സീൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാൻ സീൽ പൊട്ടിച്ചിട്ട് തിരിച്ചു വരാം. അതിൻ്റെ സീൽ പൊട്ടിച്ചു. നല്ലൊരു ഓപ്പണിംഗ് പാക്കേജാണ് കേട്ടോ, നോർമൽ ഓപ്പണിംഗ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ഫുള്ളായിട്ട്. അത്യാവശ്യം ശരിക്കും എന്താ, എൻ്റെ ഇവിടെ ഒരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. ശരിക്കും അതേ ഡിസൈനാണ് ഇതാ, ഈ ക്ലോക്കിൻ്റെ അതേ ഡിസൈൻ, അതേ LED ക്ലോക്കാണ്. ഇതിൻ്റെ അതേ ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ ബോക്സിൽ വേറെ എന്താ ഉള്ളത് നോക്കാം. എന്തായാലും വൈറ്റ് കളർ എന്നുള്ള കുഴപ്പം മാത്രം എനിക്ക് ഇഷ്ടപ്പെടാനേ ഉള്ളൂ. പിന്നെന്താ, ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് ആമസോണിൻ്റെ, മാറ്റി വയ്ക്കാം നമുക്കൊന്ന്. ആദ്യം നമുക്ക് ബോക്സിലത്തെ എല്ലാ സാധനവും പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ബോക്സ് അത്യാവശ്യം വലുതാണ്, അതുകൊണ്ട് ചിലപ്പോൾ ക്യാമറയിൽ കാണില്ല. ഇതൊരു ചാർജറും കൂടി ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ഓൾവേസ് പ്ലഗ് ഇൻ ആവണം കേട്ടോ, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് അല്ല. ഇതതിൻ്റെ ചാർജർ ഒരു നമ്മുടെ മോട്ടോറോള ഫോണിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ചാർജറാണ് ഇത്. അതിൻ്റെ പ്രൊപ്രൈറ്ററി പ്ലഗ് ഇൻ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിക്കുന്ന കുറച്ച് കാർഡുകളാണ്. അലക്സാൻ്റെ, ആമസോൺ ഇക്കോ ഷോ പറഞ്ഞിട്ട് ട്രൈ ടു തിങ്സ് ടു ട്രൈ എന്ന് കൊടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇക്കോ 5ൻ്റെ എന്താ പറയുക, സേഫ്റ്റി ആൻഡ് ഗൈഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും വേണ്ട, ആരും നോക്കാറില്ല. പിന്നെ ഇത് നമ്മുടെ സെറ്റപ്പാണ്. ഇതിലെന്ന് വെച്ചാൽ പ്ലഗ് ഇൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആമസോണിൻ്റെ ആപ്പ് വേണ്ടി വരും. സെറ്റപ്പ് യുവർ ഇക്കോ ഷോ 5 കൊടുത്തിട്ട് ഫോളോ ഓൺ സ്ക്രീൻ ഇൻസ്ട്രക്ഷൻ ടു സെറ്റപ്പ് യുവർ ഇക്കോ ഷോ 5. ഡ്യൂറിങ് സെറ്റപ്പ് യു വിൽ കണക്ട് യുവർ ഇക്കോ ഷോ 5 ടു യുവർ ഇൻ്റർനെറ്റ് സോ യു ക്യാൻ ആക്സസ് ആമസോൺ സർവീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയെല്ലാം നമുക്ക് സ്ക്രീനിൽ വരുന്ന പോലെ നോക്കാം. അപ്പോൾ എന്തായാലും അത് കണക്ട് ചെയ്യാം. ലോഗോ വന്നു കേട്ടോ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഓവറോൾ പ്രൊഡക്റ്റിൻ്റെ നോക്കി നോക്കാം. ഫ്രണ്ടിൽ അവിടെ ക്യാമറ ഉണ്ട്, എന്താ അവിടെ ഇക്കോൻ്റെ എഴുതി വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡ് ഫുൾ സ്പീക്കറാണ്. അതുപോലെ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഇത് നമ്മുടെ ചാർജിങ്ങിനാണ്. പിന്നെ ഒരു മൈക്രോ USB ഉണ്ടെന്നുണ്ട്, മൈക്രോ USB ആണ്. പിന്നെ ഒരു ഓഡിയോ ലൈൻ ഇൻപുട്ടും ഉണ്ട്. പിന്നെ മുകളിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ പ്ലസ് മൈനസ് നമ്മുടെ സ്പീക്കർ. പിന്നെ ഇത് മ്യൂട്ടാക്കാനത്, ആ സൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കോഡോട്ടായിട്ട് വന്നിട്ടുണ്ട്. സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് വേറൊരു മൊബൈൽ വേണം, അതാണ് കുഴപ്പം. അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ ഒരെണ്ണം എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ടപ്പ് ആവട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ പേജ് എത്തിയിട്ട് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെറ്റിംഗ് യുവർ ഡിവൈസ് ഓൺലൈൻ വരുന്നുണ്ട്. ദിസ് മേ ടേക്ക് എ മിനിറ്റ് എന്ന് വരുന്നുണ്ട്. അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു വരാം. സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഹിന്ദി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റപ്പ് ചെയ്യാം. സെർച്ചിങ് ഫോർ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇനി നമ്മളിതിൽ നമ്മുടെ ഫൈബർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് എൻ്റെ BSNL നെറ്റ് ലിങ്ക്. നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ പാസ്വേഡ് തിരിച്ചു തരാം.
കണക്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പാസ്വേഡ് കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ കണക്ട് ആയിട്ടുണ്ട്. ഫെച്ചിങ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആമസോൺ അക്കൗണ്ടിൽ കയറണം. അപ്പോൾ നമുക്ക് ഇനി ആമസോണിൻ്റെ അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ട് സൈൻ ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വരാം. എൻ്റെ ആമസോൺ അക്കൗണ്ടിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആമസോൺ അലക്സ നമ്മുടെ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ഫോണിൽ തൽക്കാലം എൻ്റെ ഒരു ആമസോൺ അലക്സ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ പറയും വെൽക്കം അജയംജി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഇക്കോ ഷോ 5 നൗ രജിസ്റ്റേർഡ് ടു അജയംജി ബൈ കോൺട്രിബ്യൂട്ടിങ് എഗ്രി ചെയ്യണം. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. സൗണ്ട് ചെയ്തിട്ട് വന്നിട്ടില്ല. നമുക്ക് സൗണ്ട് ഒന്ന് കൂട്ടാം. ഏഷ്യ ഇന്ത്യ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ചെയ്ത് നമ്മൾ കൊടുത്ത കാരണം ഇത് ബെഡ്റൂമിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അജയ് ഇക്കോ ഷോ എന്നാണ് കൊടുത്തേക്കുന്നത്. പേര് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇപ്പോൾ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഡിങ് വന്നു, അപ്ഡേറ്റിംഗ് ആണ്. അപ്പോൾ നെറ്റ് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആവട്ടെ. അപ്പോൾ എൻ്റെ ഫൈബർ ആയതുകൊണ്ട് ഇപ്പോൾ നെറ്റ് സ്പീഡ് ഇഷ്യൂ ഇല്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടിലൊക്കെ വെച്ച് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്പീഡില്ലെങ്കിൽ അത്യാവശ്യം വലിയും. അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് വന്നിട്ടുണ്ട്, ഹായ് വന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം. Here are 3 things to try first. Number 1, use your voice. You could say something like, Alexa, play party songs. Okay, playing party songs. Number 2, try using the touch screen. Number 3, choose your perfect clock face. To get started, say, Alexa, customize my clock. സൗണ്ട് ഒന്ന് കുറയ്ക്കാം. എനിക്ക് സൗണ്ട് നമ്മുടെ പിക്ചർ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. എന്നാലും നമുക്ക് സൗണ്ട് ഒന്ന് കൂട്ടാൻ നമുക്ക് ഫുള്ള് കണ്ടോക്കാം. For more things to try, just ask Alexa, what can I say? Welcome to your new Echo Show 5. നല്ല ബാസ് ഉണ്ട് കേട്ടോ സ്പീക്കറിന്. എനിക്ക് ഇത് തന്നെ നല്ല ബാസ് ഉണ്ട്. ചെറിയ സ്പീക്കറാണ്, നല്ല ക്വാളിറ്റി സ്പീക്കറാണ്. ഡിവൈസ് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം എന്താ നമുക്ക് മുകളിലേക്ക് ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ആൻഡ്രോയിഡിലുള്ള പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. നല്ല ടച്ചിങ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ലിസണിങ് ആണ്, പ്ലേ ചാച്ചാണ്. ബാക്കിലേക്ക് പോവാം. നമുക്ക് എന്തായാലും ഈ മുകളത്തെ സംഭവം ബ്രൈറ്റ്നസ് പകുതിയാണ് കിടക്കുന്നത്. എന്നിട്ട് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ ഹോം ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, സെറ്റിങ്സിൽ പോയി നോക്കാം നമുക്ക്. ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റഡ് ചോദിച്ചപ്പോൾ ഇല്ല, നെറ്റ്വർക്ക് കണക്ട് ആയിട്ടുണ്ട്. ഹോം ഉണ്ട്, ഡിസ്പ്ലേ പോയി നോക്കാം നമുക്ക്. ഡിസ്പ്ലേ അഡാപ്റ്റീവ് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമുക്ക് ഓണാണ് കേട്ടോ. പിന്നെ സൺറൈസ് എഫക്റ്റ് ഓണാണ്. നമ്മുടെ എന്താ പറയുക ടൈം അനുസരിച്ചിട്ട് നമ്മുടെ ഡിസ്പ്ലേ മാറുന്നതാണ്. ഹോം ആൻഡ് ക്ലോക്ക് ഉണ്ട്. അതിൽ ക്ലോക്ക് നമുക്ക് കസ്റ്റമൈസിങ് അപ്പിയറൻസ് ഒക്കെ ഉണ്ട് അതിൽ. പിന്നെ പേഴ്സണൽ ഫോട്ടോസ് വേണമെങ്കിൽ വയ്ക്കാം. അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ക്ലോക്ക് ഫേസ്, ഷോ ഡേറ്റ്, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും തോന്നുന്നു. അലക്സ ആപ്പ് ഫോട്ടോ ആണ്, ഫേസ്ബുക്ക് എന്നാണ് പിന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലിങ്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോവാം. മോഡേൺ എന്തോ ഉണ്ട് ക്ലോക്കിൽ തന്നെ. നമുക്കത് നമ്മുടെ മറ്റേ ടൈപ്പ് ക്ലോക്ക് എന്താ പറയുക ഫ്ലിപ്പ് ക്ലോക്കാണിത്. നമുക്ക് അതോ കൊടുക്കാം. സെറ്റിംഗ് ക്ലോക്ക്, അത് ഫുൾ ക്ലോക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവരുടെ ഡിഗ്രി വന്നിട്ടുണ്ട്, 30 ഡിഗ്രി കാണിക്കുന്നുണ്ട്. ഡേറ്റ് താഴെ വന്നിട്ടുണ്ട്. ട്രൈ അലക്സ നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ് അലക്സ. അലക്സ, വാട്ട് ഈസ് ദ ടൈം നൗ? The time is 11:56 a.m. Enjoy the weekend. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഫുൾ സൗണ്ട് വെച്ചിട്ടില്ല, എന്നിട്ട് നല്ല സൗണ്ട് ഉണ്ട്. എനിക്കിതിൽ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല ക്വാളിറ്റി സൗണ്ട് ഉണ്ട്. അലക്സ, പ്ലേ എ വീഡിയോ. അലക്സ കുറച്ച് വലിയുണ്ട്. Playing top result. By the way, safe search is currently on. To turn it off, go to device settings and select restrict access for web videos. ഏതോ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ക്വാളിറ്റി നോക്കിയേക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അത്യാവശ്യം വലിയുന്നുണ്ട്. പവേർഡ് ബൈ ബിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. റോബിൻ ടേക്ക് എന്നിട്ട് ഗെറ്റ് ഹെയർ ബാക്ക് ഒഫീഷ്യൽ മ്യൂസിക് വീഡിയോ വന്നിരിക്കുന്നത്. ദിസ് വീഡിയോ ക്യാൻ ബി പ്ലേ ദ നെക്സ്റ്റ് വീഡിയോ പ്ലേ ഇൻ വൺ. അതായത് പ്ലേ ആയില്ല, എന്താ കുഴപ്പമെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ പ്ലേ ആയിട്ടുണ്ട്, ഇത് പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ക്വാളിറ്റി നോക്കി നോക്കാം. ഫുൾ സ്ക്രീൻ പറ്റും നോക്കാം.
ഇത്ര പാട്ടിലേ വരുന്നുള്ളൂ കേട്ടോ. സൗണ്ട് ഞാൻ കുറയ്ക്കാം, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൗണ്ട് ഞാൻ ഫുൾ കളയാം. നമുക്ക് ഫുൾ സ്ക്രീൻ വരാൻ പറ്റുമോ നോക്കട്ടെ. ഫുൾ സ്ക്രീൻ ആവുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഫുൾ സ്ക്രീനിന് ഒരു ഇത് വരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോൻ്റെ ഇല്ലാതാണോ നോക്കി നോക്കാം നമുക്ക്. ഇല്ല, ഫുൾ സ്ക്രീൻ വരുന്നില്ല കേട്ടോ. നമുക്ക് ബാക്കിലേക്ക് പോവാം. സ്മാർട്ട് ഹോം. അത്യാവശ്യം കുറച്ച് റാമിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ ചെറുതായിട്ട് വലിയുന്നുണ്ട്. പിന്നെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിപ്രോ ബൾബ്, ഞാൻ ആദ്യം വിപ്രോ ബൾബ് നമ്മളതിൽ ഇക്കോടെ നോർമൽ സംഭവമല്ലോ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അതിന് ഇത് കൊടുക്കാം. അലക്സ സ്റ്റോപ്പ്. അലക്സ ഗോ ബാക്ക്. അലക്സ ഗോ ബാക്ക്. അലക്സ ഗോ ബാക്ക് ടു ഹോം. അതപ്പോൾ ഹോമിലേക്ക് വന്നു. കറക്റ്റ് സംഭവം ക്യാച്ചിങ്ങിനൊക്കെ ഉണ്ട്. നമ്മുടെ നോർമൽ ഇന്ത്യൻ ആക്സെൻ്റ് ആയാലും കറക്റ്റായിട്ട് ആൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മ്യൂസിക് വെച്ച് നോക്കാം. പക്ഷേ മ്യൂസിക്കിന് നമ്മുടെ കോപ്പിറൈറ്റ് ഉള്ള കാരണമാണ് കുഴപ്പം. അലക്സ പ്ലേ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്. പറ്റില്ല എന്ന് പറയുന്ന ആൾ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് നോക്കാം. അലക്സ പ്ലേ എ സോങ്. Here is Hangama music. ഹംഗാമ മ്യൂസിക്കിലാണ് ഡയറക്റ്റ് പോകണം കേട്ടോ. ബേബി ഗേൾ പാട്ടാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ എനിക്ക് അധികം നേരം വയ്ക്കാൻ പറ്റില്ല. അലക്സ സ്റ്റോപ്പ്. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്യാമറ ഷട്ടറാണത്. ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ളതൊക്കെ കോൾ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് നോക്കി നോക്കാം. അലക്സ കോൾ അജയ്. Which contact or device do you want to call? ഇതാണ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. വോയിസ് കോളിന് വേണ്ടിയിട്ടാണ്. വരുന്നില്ല, കറക്റ്റായിട്ട് പറയണമെന്നുണ്ട്. Which contact or device? മെനുവിലേക്ക് ഒന്ന് പോയി നോക്കുക. അലാറാം ഉണ്ട്, മ്യൂസിക്, കമ്മ്യൂട്ട്, റൂട്ടീൻ, പ്ലേ ഗെയിംസ്, അതുപോലെ റിമൈൻഡ് മീ ടു കോൾ മൈ മദർ, ലിങ്ക് മൈ ഫോട്ടോ. നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. To link a Facebook account, go to settings in the Alexa app. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമേ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിൽ പോകാം നമുക്ക്. ഇതാണ് ഹോം കേട്ടോ. സ്മാർട്ട് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാച്ച് ഫേസിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഇവിടെ ഹോമുണ്ട്. കുഴപ്പമില്ല. ടച്ച് റെസ്പോൺസ് കുറച്ച് സ്ലോ ആണ്. ഒരു മെസ്സേജ് ഉണ്ട്, അതാണ് പറയുന്നത്. From Ajay. ടച്ച് വലിയ കുഴപ്പമില്ല, ഒരു ആവറേജാണ് ടച്ച്. അത്ര നല്ലതെന്നും പറയാൻ പറ്റില്ല, ആവറേജാണ്. സ്ക്രീൻ ക്വാളിറ്റിയും ആവറേജ് തന്നെയാണ്. പക്ഷേ നമ്മുടെ നോർമൽ നമ്മുടെ ഈ എന്താ പറയുക ടേബിൾ, അതുപോലെ നമ്മുടെ എന്താ പറയുക ഫോട്ടോ ഫ്രെയിമായിട്ട് ഉപയോഗിക്കാനൊക്കെ നല്ലത് തന്നെയാണ്. അതുപോലെ ക്ലോക്കിനായാലും നല്ലത് തന്നെയാണ്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഈ കളർ മാത്രം എനിക്ക് വൈറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കളേഴ്സും ഓഫാക്കി, നമ്മുടെ ഈ ഷട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കിവിടെ ഒരു വയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റബ്ബറൈസാണ് സ്കിഡ് ആവാൻ ട്രൈ ചെയ്യാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ USB ഉണ്ട്. നമുക്കിവിടെ ഓഡിയോ പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഓഡിയോ വേറെ അതിലേക്ക് കണക്ട് ചെയ്യാനും ചെയ്യാം. ഇത് തന്നെ അത്യാവശ്യം നല്ല ഒരു സ്പീക്കർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ പാട്ട് കേൾക്കാനും നമ്മുടെ ഫോട്ടോസും ഫ്രെയിമും അതുപോലെ ക്ലോക്കാനൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നല്ല സാധനം തന്നെയാണ്. ഒരു 5000 രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ റേറ്റ് കുറച്ച് കുറയും. ഇപ്പോൾ ആമസോണിൻ്റെ എന്തോ ഒരു ഓഫറായിട്ട് ഭാഗമായിട്ട് ഇപ്പോൾ റേറ്റ് കുറയും. നിങ്ങൾക്ക് കുറച്ച് ചെയ്യുമ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ബൈ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.